നമസ്തേ. രത്നങ്ങളുടെ അറിവുകളും രത്നങ്ങളുടെ ഉപയോഗ രീതികളും ചർച്ച ചെയ്യുന്ന രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. വെൽക്കം ടു ദ ഷോ സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ പറഞ്ഞ പോലെ രത്നശാസ്ത്രയിൽ നമ്മൾ രത്നങ്ങളെക്കുറിച്ചും അത് നിർണ്ണയിക്കപ്പെടുന്ന രീതികൾ നമ്മൾ ഓരോ ചാർട്ടുകളൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യാറുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അക്യൂമെറിയൻ അതുപോലെ വൈറ്റ് ടോപ്പാസ് എന്ന് പറയുന്ന ആ ഒരു രത്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയായി. അതിന് വരുന്ന നല്ല കോമ്പിനേഷൻസ് നമ്മൾ ഡയമണ്ട്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു, വൈറ്റ് ടോപ്പാസും ഡയമണ്ട്സും, അങ്ങനെയുള്ള നല്ല കോമ്പിനേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന ഒരു കാര്യം ഓരോ ലഗ്നത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവസാനം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് തുലാം ലഗ്നത്തെക്കുറിച്ചാണ്. അതിൻ്റെ അധിപനായ വീനസ് ശുക്രൻ്റെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. എനിക്കൊന്ന് അതിൽ തന്നെ സാർ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, അതിൽ ആ ഒരു ലഗ്നത്തിൽ അല്ലെങ്കിൽ ആ ഒരു രാശിയിൽ സൂര്യൻ ഒരു നീചപ്പെട്ട അവസ്ഥയാണ്, നീചാവസ്ഥയുടെ നീചരാശിയും ശനിയുടെ ഉച്ച രാശിയും എക്സോൾട്ടഡ് പൊസിഷനാണ്. സൂര്യൻ ഡെബിലിറ്റേറ്റഡ് ആണ്. അപ്പം അതിൻ്റെ കാരണമൊക്കെ ഞാൻ ഒന്ന് ടച്ച് ചെയ്താൽ പോയത്, എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ സൂര്യനും ശുക്രനും, സൂര്യൻ ശുക്രൻ്റെ രാശിയിൽ നീചപ്പെട്ട് നിൽക്കുന്നു, തുലാം രാശിയിൽ. എന്തുകൊണ്ട്? അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് അവർ സോളാർ സിസ്റ്റമാണ്. കത്തിജ്വലിച്ച് നിൽക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഗ്രഹം, എന്തിനും ഒരു അധികാരമുള്ള ആൾ, അധികാരം സ്വയം അതിനകത്ത് കാണിക്കും. ഈഗോയിസ്റ്റിക് എന്ന് വേണേൽ നമുക്ക് സാധാരണ ഗതിയിൽ പറയാനായിട്ട് പറ്റും. ആരുടെ മുന്നിൽ തലകുലിച്ച് നിൽക്കുന്ന സ്വഭാവമില്ല. അങ്ങനെ ലിബ്ര എന്ന് പറയുന്ന തുലാം രാശി എന്ന് പറയുന്നത് വീനസ് എന്ന് പറയുന്ന ശുക്രൻ്റെ രാശിയാണ്. അപ്പോൾ ശുക്രൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ മ്യൂസിക്, കണക്റ്റിംഗ് പീപ്പിൾ വിത്ത് മ്യൂസിക്, സിനിമ, ഡ്രാമ, കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ തന്നെ കച്ചവടം. തുലാം രാശിയുടെ പ്രത്യേകത അറിയാലോ, ഒരു ബിസിനസ്സുകാരനാണ്. ക്ലാസ്സുമായിട്ടാണല്ലോ നിൽക്കുന്ന പുരുഷ രൂപമാണ്. അപ്പോൾ കച്ചവടമാണ്, പക്ക ബിസിനസ്സാണ്. അപ്പോൾ അതിനകത്ത് ഈ സൂര്യനെ സംബന്ധിച്ചിടത്തോളം കച്ചവടം എന്ന് പറയുമ്പോൾ അത് മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങി നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് ആണ് കൊണ്ടുപോകുന്നത്. അത് താഴെക്കട മുതൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നമ്മൾ ഡീൽ ചെയ്യണം. ബിസിനസ് ഒരു ഹൈ പ്രൊഫൈലുകാരുടെ ഷോപ്പോ ലോ പ്രൊഫൈലുകാരുടെ ഒന്നുമില്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കച്ചവട സ്ഥാപനമാണ്, തുറന്നിരിക്കും. ട്രേഡിംഗ് ആണ്, അങ്ങനെ പലരും വരും. അതിന് ജാതിമത ലിംഗഭേദങ്ങളൊന്നുമില്ല കച്ചവടത്തിനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ. അപ്പം താഴെക്കടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. പുള്ളിക്കാരൻ അത് കുറച്ച് വിഷമോ. അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ ഈ പറഞ്ഞ രീതിയായിട്ടൊന്നും പൊരുത്തപ്പെട്ട് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്ലേസ് അല്ല സൂര്യനെ സംബന്ധിച്ചിടത്തോളം തുലാം രാശി. അതുകൊണ്ട് അതവിടെ പിന്നെ അത് വായു എയർ എലമെൻ്റാണ് ഈ തുലാം രാശി എന്ന് പറയുന്നത്. എയർ എലമെൻ്റ് ഈ സൂര്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ആ ഫയറും കാര്യങ്ങളും ജ്വലനവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതും അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് തുലാം രാശിയിൽ സൂര്യന് നീചപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒട്ടും ബലമില്ല, ഒരു മൈനസിലാണ് നിൽക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള ഇപ്പോൾ ഒരാളുടെ ചാർട്ട് കിട്ടിയാൽ എക്സോൾഷൻ ഡെബിലിറ്റേഷൻ വന്നിട്ടുണ്ടോ എന്ന് നമ്മളവിടെ ചെക്ക് ചെയ്തിട്ട് വേണം പറയാൻ. ഇതൊരു കോമൺ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സാറ് പറഞ്ഞു ഈ തുലാം രാശിയിൽ ഈ സൂര്യൻ നീചപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഈ സൂര്യൻ്റെ ദശാകാലങ്ങളും ഭയങ്കര ഒരു മോശം സമയമായിരിക്കും. ആൾക്ക് വരുന്നത് ഈ സൂര്യ ദശാകാലമായിരിക്കും ഒരു കുറച്ച് മോശമായിട്ട് വരുന്നത്. കാരണം തുലാം ലഗ്നത്തിൽ തന്നെ സൂര്യൻ നിൽക്കുക. അപ്പോൾ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റെഡ് എനർജി കട്ടായിപ്പോയി, ആ എക്സ്പോഷർ കട്ടായിപ്പോവും. പിന്നെ സൂര്യൻ പിതൃകാരകനാണ്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം സൂര്യദശാകാലം അത്ര നന്നായിട്ട് വരത്തില്ല. സൂര്യദശയിലായിരിക്കും ബാക്കി
കാര്യങ്ങളെല്ലാം ബാക്കി പുള്ളിയുടെ ഏതൊക്കെ ഇപ്പോൾ പുള്ളിയുടെ 7th ഹൗസിനൊക്കെ റോങ് എഫക്റ്റൊക്കെ ഉണ്ടെങ്കിൽ ആ സൂര്യൻ്റെ കാലഘട്ടമായിരിക്കും കൂടുതലായിട്ട് അത് എഫക്റ്റിൽ വരുന്നത്. എല്ലാ മൈനസ് കാര്യങ്ങളും ആ സമയത്ത് കയറി വരും. ആൾക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് പീരീഡ് ആയിരിക്കും അല്ലേ? അത് നല്ല ചലഞ്ചിങ് പീരീഡ് ആയിരിക്കും. അല്ലെങ്കിലും സൂര്യ ആദിത്യദശയിൽ അലയാത്തവരില്ല എന്നാണല്ലോ പൊതുവേ തന്നെ. എക്സോൾട്ടറാണെങ്കിൽ പോലും നമുക്ക് അലച്ചിൽ കൂടും, റെസ്പോൺസിബിലിറ്റീസ് കൂടിയിട്ടും നമുക്ക് ഭയങ്കര എക്സ്പോസ്ഡായിട്ട് നമ്മൾ എക്സ്പോസ്ഡായിട്ട് ലൈം ലൈറ്റ് നിൽക്കുന്ന കാലഘട്ടങ്ങളൊക്കെ നമ്മൾ ഈ എക്സോൾട്ടഡ് സൂര്യൻ, അതായത് മേടത്തിലൊക്കെ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലത്തുണ്ട്. അന്നേരം നമുക്ക് അലച്ചിലാണല്ലോ അല്ലേ? അതെ അതെ. വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരാൾക്ക് അലച്ചിലൊന്നുമില്ല. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ ആൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. സൂര്യദശാകാലത്ത് ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ കീഴെ കുറേ ആൾക്കാർ നിന്ന് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സംഭവം കുറച്ച് അലച്ചിലും സ്ട്രെസ്സും ആയിരിക്കും. പക്ഷെ ഒരു റെക്കഗ്നീഷനോടുകൂടി നിൽക്കും. തുലാം രാശിയിൽ നിൽക്കുന്ന ആ ദശാകാലത്ത് അത് കാണണമെന്നില്ല. മനസ്സിലായില്ലേ? ഒരു ഡിമ്മായ ഒരവസ്ഥ വരും, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്ത ഒരവസ്ഥ വരും, ഒരു റെസ്പെക്റ്റ് കിട്ടാത്ത കാലഘട്ടം വരും. അത് മറ്റ് ഗ്രഹങ്ങളുടെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചൊവ്വയൊക്കെ നല്ല പൊസിഷനിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ഇപ്പോൾ നമ്മൾ സൂര്യൻ്റെ നീചാവസ്ഥ മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഓക്കെ, എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആ ഒരു വ്യക്തിക്ക് ഇപ്പം അങ്ങനെ ഒരു ചാർട്ട് കൃത്യമായിട്ടൊന്നും നോക്കിയില്ല ആള്, സൂര്യൻ്റെ ദശാകാലമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വ്യക്തി പോയിട്ടൊരു റൂബിയും കൂടെ ധരിച്ചെന്ന് വിചാരിക്കുക. അപ്പം പിന്നെ ഈ മോങ്ങാനിരിക്കുന്ന നായുടെ തലേ തേങ്ങ വീടെന്ന് പറഞ്ഞില്ലേക്കും ആളുടെ അവസ്ഥ വീണ്ടും നമ്മളെപ്പോഴും പറയുന്നില്ല, സ്റ്റോൺസ് നമ്മൾക്ക് എപ്പോഴും ഒരു ആക്ടിവേഷന്. റൂബി മൈനസിൽ അല്ല, സൂര്യൻ മൈനസ് ഒരു ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ മൈനസ് ഭാഗം വർദ്ധിക്കത്തേ ഉള്ളൂ. അല്ലാതെ സൂര്യൻ്റെ അതൊന്ന് തിരിച്ചിട്ട് അത് പോസിറ്റീവ് ആകുക അതൊന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ റോങ് ഗ്രഹങ്ങൾക്കും ഒരാളുടെ ചാർട്ടിൽ നോക്കിയിട്ട് അതിൻ്റെ കല്ല് മേടിച്ചിട്ടാൽ പോരെ. 9 ഗ്രഹങ്ങളുണ്ടെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1, 2, 3 സ്റ്റോൺസ് ആയിരിക്കും മാച്ച് ചെയ്യുന്നത് മാക്സിമം. ചിലപ്പോൾ ഒന്നും മാച്ച് ചെയ്യാത്ത ആൾക്കാരും കാണും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പോൾ സപ്പോർട്ടിങ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് കുറവായിരിക്കും. 9 ഗ്രഹങ്ങളിൽ 9ഉം സപ്പോർട്ടീവായിട്ട് ആർക്കും ഉണ്ടാകത്തില്ല. അവിടെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള രത്നനിർണയത്തിൻ്റെ പ്രാധാന്യം പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ തുലാം രാശിയിൽ ഈ സൂര്യൻ്റെ ഒരു ഡെബിലിറ്റേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ സാറ് പറഞ്ഞു ഈ തുലാം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രൻ. അതെ. ഈ ശുക്രൻ ഈ പറയുന്ന ഒരു ഡെബിലിറ്റേഷന് ശുക്രന് സംഭവിച്ചാൽ എന്തായിരിക്കും ആൾക്കൊരു അനുഭവം? അതായത് ലഗ്നാധിപനായിരിക്കുന്ന ശുക്രൻ നീചം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ശുക്രൻ പോയിട്ട് കന്നിയിൽ പോയി നിൽക്കണം. കന്നിരാശിയിൽ നിൽക്കണം. ഓക്കെ. ചിങ്ങം കന്നി രാശിയിൽ ശുക്രൻ നീചാവസ്ഥ വന്നു. മനസ്സിലായില്ലേ? അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അവിടെ നീചാവസ്ഥ വരുന്നത്. കണക്കുകൂട്ടലുകളും എക്സ്പെക്റ്റേഷൻസും ഒക്കെ ഉള്ള കണക്കുകൂട്ടലാണല്ലോ. ബുധൻ്റെ കന്നി എന്ന് പറയുന്നത് ബുധൻ്റെ എക്സോൾട്ടറായിട്ടുള്ള ഒരു ഹൗസാണ്. അപ്പോൾ അവിടെ കണക്കുകൂട്ടലായതുകൊണ്ട് ഈ റൊമാൻറ്റിക് പ്ലാനറ്റ്സിന് അവിടെ സ്ഥാനമില്ല. കണക്കൂട്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ റൊമാൻസിന്. ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അത് ഓരോ ഗ്രഹങ്ങളും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഡെബിലിറ്റേഷനും എക്സോഷനൊക്കെ സംഭവിക്കാൻ റീസൺസ് ഉണ്ട്, വെറുതെ അല്ല ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലഗ്നാധിപൻ നീചപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ തുലാം ലഗ്നത്തിൻ്റെ 12th ഹൗസാണ് കന്നി എന്ന് പറയുന്നത്. കന്നി തുലാം അല്ലേ? കന്നി കഴിയുമ്പോൾ തുലാം. അപ്പോൾ തുലാത്തിൻ്റെ എണ്ണമാണെങ്കിൽ 12th ഹൗസിൽ പോയി. അപ്പോൾ 12ാം നിൽക്കുന്ന അതിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കല, അതുപോലെ തന്നെ എക്സ്പോഷർ, പിന്നെ റിലേഷൻഷിപ്പൊക്കെ ആണല്ലോ ഇതിൻ്റെ വീനസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയല്ല. ഈ ഡെബിലിറ്റേഷൻ സംഭവിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ സാധ്യമല്ലാതെ വരും. ഈ കല എന്ന് പറഞ്ഞാൽ കലാകാരനായിരിക്കാം, അല്ല കലാകാരിയൊക്കെ ആയിരിക്കാം, പക്ഷെ എന്നാലും അത് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ലഗ്നാധിപൻ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റോൺസ് യൂസ് ചെയ്യാവോ, ഡയമണ്ട് വല്ല യൂസ് ചെയ്തത് കോമ്പൻസേറ്റ് ചെയ്യാവോ എന്ന് ചോദിക്കാം സാധാരണഗതിയിൽ. എന്നാലും ഞാനത് കൊടുക്കാറില്ല. കാരണം ഈ തുലാം ലഗ്നത്തിന് ഇടവം എന്ന് പറയുന്ന തുലാവും രാശിയും ഇടവ രാശിയും രണ്ടും
ശുക്രൻ്റെയാണ്. ഓക്കെ. അപ്പോൾ ഇടവ തുലാത്തിൻ്റെ ഇടവെന്ന് പറഞ്ഞ 8th ഹൗസ് വന്നു, മനസ്സിലായി. അപ്പോൾ 8th ഹൗസിൻ്റെ ആധിപത്യവും കൂടെ വന്നിരിക്കുന്ന ലഗ്നാധിപനായിരിക്കുന്ന ശുക്രൻ നീചത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ സ്റ്റോൺ ധരിക്കാതിരിക്കുക നല്ലത്, ധരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അഷ്ടമാധിപൻ കൂടെയാണ്. അപ്പം നഷ്ടങ്ങൾ വരുത്തുന്ന ഒരു പൊസിഷൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഡെബിലിറ്റേഷൻ സംഭവിക്കുമ്പോൾ എന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് അതൊരു നഷ്ടത്തിൽ കലാശിക്കുക. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം. എല്ലാം നല്ല ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അതിനകത്തൊരു നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അങ്ങനെയുള്ളതിലൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ റിസ്ക് അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോൺസ് എപ്പോഴും കൊടുക്കത്തുള്ളൂ. ഒരു റിസ്ക്കായിട്ട് ഒരാൾക്കൊരു രത്നം നമുക്ക് വേണേൽ തന്നെ ധരിച്ചിട്ട് ആ റിസ്ക് എടുത്ത് നോക്കാം, പക്ഷെ വേറെ ആൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. അതായത് ഈ തുലാം രാശിയുടെ അധിപനായ ശുക്രൻ നീചപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ ആൾ ഡയമണ്ട് ഉപയോഗിക്കാതിരിക്കും. ചെറിയ ടോപ്പാസ് പോലത്തെ സംഗതിയോ ചെറിയ മോയിസണൈറ്റോ ഒക്കെ യൂസ് ചെയ്യാം. ചെറുതായിട്ട് വേണേൽ നമുക്കൊന്ന് യൂസ് ചെയ്തിടാം. അപ്പോൾ അത് ആ ശുക്ര ദശാകാലമൊക്കെ ആണെങ്കിൽ ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. സാറേ പറഞ്ഞ ആ മോയിസണൈറ്റ് എന്ന് പറയുന്ന രത്നവും നമ്മൾ മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം ഡയമണ്ട്സിൻ്റെ തന്നെ ഒരു ഡയമണ്ടിൻ്റെ തന്നെ ഹാർഡ്നെസ് സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് നമുക്ക് ഡയമണ്ട്സ് 3.52 ഇത് 3.25 വരും. ഇപ്പോൾ ടെസ്റ്ററൊക്കെ ഇപ്പോൾ നമുക്ക് പുതിയ ഷോപ്പിൽ വന്നിരിക്കുന്ന പുതിയൊരു ടെസ്റ്ററിനകത്ത് മോയിസണൈറ്റും ഡയമണ്ടും അത് കണ്ടുപിടിക്കാനായിട്ടുള്ള രണ്ടും ഒരേപോലെ നിൽക്കുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പം രണ്ടും ഒരേപോലെ തന്നെ ഫ്ലിക്കർ ചെയ്യും. ഒരു കാലഘട്ടത്തിൽ മോയിസണൈറ്റ് ഒരുപാട് മാർക്കറ്റിൽ വന്നിരുന്ന അതൊരു ഡയമണ്ട് സിമുലൻ്റ് ആണ്, അത് കണ്ടുപിടിക്കാൻ പാടാണ്. ഏകദേശം ലുക്ക് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ ആണെങ്കിലും ഈക്വൽസ് ടു ഡയമണ്ടാണ്. അപ്പോൾ ചെറിയ എന്നാൽ ഡയമണ്ടിൻ്റെ ആ പവറൊന്നും ഇതിനില്ല. അങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ദശാകാലത്ത് വേണമെങ്കിൽ ചെറുതായിട്ട് ഉപയോഗിക്കാം. എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊരു കാർഡിയാക് സർജറി കഴിഞ്ഞിട്ട് ഉടനെ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുമോ? ഇല്ല. എന്നാൽ ചെറുതായിട്ട് എക്സസൈസ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ ഡോക്ടർ. അപ്പോൾ വീട്ടിലൊന്ന് നടന്നു, പിറ്റത്തൊന്ന് നടന്നു, സിമ്പിളായിട്ട് അതിനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവിടെ നമ്മുടെ കോമൺ സെൻസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നമ്മൾ അതിനകത്ത് കറക്റ്റ് ഇദ്ദേഹത്തിന് ഇങ്ങനെ നിൽക്കുന്നു, അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഹെൽത്ത് ഇഷ്യൂസും വരാൻ ചാൻസ് ഉണ്ട് ഇതിനകത്ത്. ഈ ഡെബിലിറ്റേഷൻ സംഭവിക്കുമ്പോൾ എസ്പെഷ്യലി അത് യൂറിനറി കംപ്ലയിൻസ്, ഇതിലേക്ക് സെക്ഷുവൽ ഓർഗാൻസിനുള്ള കംപ്ലയിൻസ്, ഇതെല്ലാം സംഭവിക്കാം. കാരണം അതൊക്കെ ആയിട്ട് കണക്റ്റഡായി പ്ലാനറ്റ്. അപ്പോൾ അതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. രോഗാവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ പിന്നെ നമ്മൾ ഡയമണ്ട് ഇട്ട് അത് കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു രത്നനിർണ്ണയം അല്ലെങ്കിൽ അതിനെ പഠിക്കാതെ നമ്മൾ ആ ഒരു രത്നധാരണത്തിലേക്ക് പോകരുത്. അല്ലേ, ഇപ്പം ലഗ്നാധിപൻ ശുക്രനാണ്, അതുകൊണ്ട് എനിക്ക് ശുക്രൻ്റെ ആ ഒരു രത്നം ഇടാന്ന് പറഞ്ഞിട്ട് ഡയമണ്ടൊക്കെ വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ ശുക്രദശാകാലം എന്ന് പറഞ്ഞിട്ട് എല്ലാം പലരും ഒന്നും ആലോചിക്കാതെ തന്നെ ഡയമണ്ട്സ് വാങ്ങി ധരിക്കാറൊക്കെ ഉണ്ട്. ചിലർക്കത് ഒക്കും, ചിലർക്ക് ഒക്കത്തില്ല. അപ്പം ഇപ്പോൾ സാറ് പറഞ്ഞു ഈ ശുക്രൻ ഡെബിലിറ്റേഡ് ആണ് അല്ലെങ്കിൽ നീചാവസ്ഥയിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഈ ശുക്രൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റീസും കിട്ടില്ല. കാരണം ശുക്രൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ഇതുണ്ട്, അതുപോലെ കുറച്ച് റൊമാൻറ്റിക് ആണ്. അപ്പോൾ ഈ ശുക്രൻ ഇവിടെ നീച്ചപ്പെട്ടു പോയാൽ ആ ഒരു ക്വാളിറ്റിയും ഈ ഒരു വ്യക്തിയിലേക്ക് കുറവായിരിക്കും. മറ്റ് പ്ലാനറ്റ്സിൻ്റെ സ്വാധീനം കൂടെ അതിനകത്ത് വരും. ലഗ്നാധിപനാണ് നീച്ചപ്പെട്ട് നിൽക്കുന്നത്. അപ്പം സെക്കൻഡ് ഹൗസിൽ നല്ല കമ്മ്യൂണിക്കേഷൻ തരുന്ന ഒരു പ്ലാനറ്റ്. സെക്കൻഡ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും വൃശ്ചികമാണത്. വൃശ്ചികത്തിൽ ചൊവ്വ തന്നെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതാ ഞാൻ പറഞ്ഞ ഒരു ചാർട്ട് കണ്ടാൽ അത് കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഇതെല്ലാം പകുതിക്കായിരിക്കും. ഇപ്പം ആ വ്യക്തിക്ക് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഫുള്ളായിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്
ലഗ്നാധിപൻ നീചപ്പെട്ട അവസ്ഥയിലാണ്, വീനസ് നീചപ്പെട്ടു പോയി. അപ്പം ആ ഒരു ശുക്രൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ഈ ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ചാർട്ടിൽ ആൾക്ക് കുറവായിരിക്കും. അതെ അതെ, കുറവായിരിക്കും. അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. ഇനി ശുക്രദശയും കൂടെ ആണെങ്കിൽ പോലും വരുന്നില്ല. അപ്പം പറയും സാറ് എനിക്ക് ശുക്രദശയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഡെബിലിറ്റേറ്റഡ് ആണ്. മറ്റ് പല ഗ്രഹങ്ങളും റോങ് സൈഡിൽ നിൽക്കുന്നു. സൂര്യൻ ഇവിടെ നിൽക്കുന്നു ലഗ്നത്തിൽ. ഇപ്പോൾ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നു, അതായത് തുലാമാസത്തിലായിരിക്കും അദ്ദേഹം ജനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ തുലാത്തിൽ തന്നെ, തുലാം ലഗ്നത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, നിൽക്കുന്നു. ഈ ലഗ്നാധിപനും പോയി നീചപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഹെൽത്താണ്. ലഗ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, എൻ്റെ ശരീരം, എൻ്റെ ബോഡി എല്ലാം, എൻ്റെ സ്ട്രക്ചർ, ജീൻ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഒരു പാക്കേജ് അത് ലഗ്നം എന്ന് പറയുന്നത്. അത് പോയി നീചപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ട ആളാണ്. പിന്നെ സൂര്യൻ എന്ന് പറയുന്നത് റെഡ് എനർജി തരേണ്ട ആളാണ്. ആളും നീചപ്പെട്ടു. അപ്പോൾ ഒരു അനീമിക്ക് ആയിട്ട് തോന്നും നമുക്ക്, ഒരു വളരെ വെളുത്ത പോലെ നമുക്കിരിക്കും. അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ രത്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് മാത്രമല്ല, റൂബിയും ഡയമണ്ട്സും ഉപയോഗിക്കരുത്. പക്ഷെ നല്ല വെട്ടവും വെളിച്ചവും എനർജിയും സൂര്യപ്രകാശവും ഒക്കെ കിട്ടി സൂര്യ ഉപാസന പോലെ ചെയ്ത് അത് റീക്യൂപ്പ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയാണിത് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്കൊരു ഗ്രഹം നീചപ്പെട്ട് കിട്ടുക, അതിൻ്റെ സ്റ്റോണും ഇടാൻ പറ്റത്തില്ലെന്ന് സാറ് പറഞ്ഞു, നിരാശനാകേണ്ട ആവശ്യമില്ല. അതിനപ്പുറം വേറെ റെമഡി കിടപ്പുണ്ട്, പരിഹാരങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചില ഡോക്ടേഴ്സ് ചിലർ പറയത്തില്ല ഇതിന് മരുന്നൊന്നും വേണ്ട, നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവാണുള്ളത്, വേണ്ട ഒരു സപ്ലിമെൻ്റ് കഴിക്കാം. പക്ഷേ അത് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൂര്യപ്രകാശം കിട്ടണം പറയുന്നില്ലേ? ഇതല്ലേ ഇവിടെയും പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ ഇത് തന്നെ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞു സൂര്യൻ ഒരു നീചപ്പെട്ട അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ശുക്രൻ്റെ ഒരു ഡെബിലിറ്റേഷൻ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം ഈ ഒരു പ്ലാനറ്റിന് അല്ലെങ്കിൽ ഈ ഒരു ലഗ്നത്തിന് നമ്മൾ ചന്ദ്രനായിട്ട് മൂണായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ എങ്ങനെയാണ് വരുന്നത്? സൂര്യനുമായിട്ടുള്ള കണക്ഷൻ ഇപ്പം പറഞ്ഞത് മൂണായിട്ട് നല്ല പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, മൂന്ന് നല്ല പൊസിഷനിൽ നിന്നാൽ, അതായത് വീനസ് എന്ന് പറയുന്ന ശുക്രനും ചന്ദ്രനും കൂടെ ഒരുമിച്ചുള്ള ഒരു കൺജക്ഷൻ അല്ലേ? അതല്ലേ പറയുന്നത്? അതാണ് ഉദ്ദേശിച്ചത്. അത് ഒരു നല്ല കൺജക്ഷനാണ്. പറയുന്നത് വെച്ചാൽ യുവർ മദർ ലൈഫ് വിൽ ഇംപ്രൂവ് ആഫ്റ്റർ യുവർ ബർത്ത്. കാരണം ചന്ദ്രൻ അമ്മയാണ്, ശുക്രൻ ലക്ഷറിയാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ജനനത്തിന് ശേഷം അമ്മയാൽ ഒരുപാട് കുറച്ചധികം മാറ്റങ്ങൾ, നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് വരും. ചിലപ്പോൾ ഒരു വീടൊക്കെ അന്നേരമായിരിക്കും ആകുന്നത്, മനസ്സിലായല്ലേ? ഒക്കെ ചിലപ്പോൾ വണ്ടി മേടിച്ചെന്നിരിക്കും, കാർ മേടിച്ചെന്നിരിക്കും. എൻ്റെ മോടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അവനുണ്ടായതിനു ശേഷമാണ് സാർ ഞങ്ങൾക്ക് ഈ വീടും കേൾക്കാറില്ല നമ്മൾ സ്ഥിരം കേൾക്കുന്നതല്ലേ? അത് പറയുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വന്നതും ഞങ്ങൾക്ക് ഈ മോൻ ജനിച്ചേ പിന്നെ അല്ലെങ്കിൽ മോളുണ്ടായതിനു ശേഷമാണെന്ന് പറയാറുണ്ട്. അത് കൃത്യമാണ്. ഇപ്പോൾ ഈ സൂര്യശനിയും സൂര്യൻ്റെ അല്ലെങ്കിൽ ചൊവ്വാശനിയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ സമയം, സൂര്യൻ ശനി വന്നു അല്ലെങ്കിൽ ചന്ദ്രൻ ഡെബിലിറ്റേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ആ ബർത്തിന് ശേഷം അത് കറക്റ്റ് അമ്മയോ അച്ഛനെയോ അത്, ചന്ദ്രനാണെങ്കിൽ അത് അമ്മയെ ബാധിച്ചിരിക്കും. അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു സിക്നസ് കാണും, അല്ലെങ്കിൽ ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഒരുപാട് വിഷമിച്ച് ഞാൻ ഇവരെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പറയാറുണ്ട്, കേട്ടിട്ടില്ല? അതും കേട്ടിട്ടുണ്ടല്ലോ. അതെ. ഇതെല്ലാം അതിനെ എഫക്റ്റ് ചെയ്യും. ഒരു വ്യക്തിയുടെ സൂര്യചന്ദ്രന്മാർ അവരുടെ മാതാപിതാക്കളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. സാറ് സൂര്യൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രനും ശുക്രനും തമ്മിലുള്ള നല്ല കൺജക്ഷൻസ് നല്ലതായിരിക്കും. അത് മദർ സൈഡ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരും. എന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നല്ല, അത് മദറിൻ്റെ ചാർട്ടും ഇതിനകത്ത് ബാധകമാണ്. എങ്കിലും ഈ ഒരു ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായിട്ട് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും രത്നങ്ങൾ നമുക്ക് ബാക്കിയെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. വീനസിൻ്റെ പൊസിഷന്, ചന്ദ്രൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ട് അതിന് ഏജ്, പ്രായം ഒക്കെ കണക്കിലെടുത്തിട്ട് ഇപ്പോൾ അത് കൊച്ചുകുട്ടിയാണെങ്കിൽ ഡയമണ്ട് കൊടുക്കാൻ പറ്റത്തില്ല.
നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ അതിൻ്റെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം റൊമാൻറ്റിക് പ്ലാനറ്റ് പഠിക്കുന്ന പിള്ളേർക്ക് ഒരിക്കലും അതിൻ്റെ രത്നം കൊടുക്കാൻ പാടില്ല. അപ്പം അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലുകളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അത് ആദ്യം മാനേജ് ചെയ്യാൻ പറ്റും. ചന്ദ്രൻ്റെ നമുക്ക് ചന്ദ്രകാന്തമോ പേൾസോ ഒക്കെ കൊടുത്ത് അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുലാം ലഗ്നമാണ് നമ്മൾ പറയുന്നത്. ലഗ്നത്തിൻ്റെ 9th ഹൗസ് എന്ന് പറയുന്നത് മിഥുനമാണ്. മിഥുനത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ശുക്രൻ കൂടെ നിൽക്കുന്നു. ഇതാണ് ആ കൺജക്ഷൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൺജക്ഷൻ. അപ്പം നല്ല ഭാഗ്യം. ലഗ്നാധിപൻ തന്നെ ഭാഗ്യസ്ഥാനത്ത് പോയി നിൽക്കുന്നു. 10ാം ഭാവാധിപൻ 9ൽ പോയി നിൽക്കുന്നു. 10ാം ഭാവാധിപൻ ചന്ദ്രനാണ്. മിഥുനം കഴിഞ്ഞാൽ കർക്കിടകമല്ലേ? കർക്കിടകം. മിഥുനോ 9th ആണെങ്കിൽ കർക്കിടകം 10th ആണല്ലോ. 10th ഹൗസിൻ്റെ അധിപൻ തന്നെ പോയി 9th ഹൗസിൽ പോയി ലഗ്നാധിപനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് നല്ല ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ആ 2 കോമ്പിനേഷൻസ്, ഇപ്പം മൂൺ സ്റ്റോണും അതുപോലെ തന്നെ ശുക്രൻ്റെ രത്നമായ ഡയമണ്ട്, ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണോ നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കാനായിട്ട്? എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് തന്നെ നല്ലത്. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഭംഗി കാണത്തില്ല. മൂൺ സ്റ്റോണിൻ്റെ ആ ഒരു ഷേപ്പും അതിനെ നമ്മൾ ഡയമണ്ടും കൂടെ ചെയ്യുമ്പോൾ ചേരത്തില്ല. മറ്റേ എമറാൾഡ് പോലെയോ അക്യുമറൈൻ പോലെയോ ഒന്നും അതിന് ഭംഗി കാണത്തില്ല. അക്യുമറൈൻ അതുപോലെ തന്നെ മൂൺ സ്റ്റോൺ ഒക്കെ കോമ്പിനേഷനിൽ ഇഷ്ടംപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക്. അതെല്ലാം ഒരു ഗ്രഹനിലയെ പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം സാറ് പറഞ്ഞ ഒരു നല്ലൊരു കൺജങ്ഷൻ, അതായത് മൂണും അതുപോലെ തന്നെ വീനസുമായിട്ടുള്ള നല്ലൊരു കൺജങ്ഷൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ തുലാം രാശിയിൽ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന പ്ലാനറ്റ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ കുറിച്ച് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.